അപ്പൊ ഇദ്ദേഹം ബ്ലസ് മീ എന്ന് പറഞ്ഞപ്പോ ഈ ബാബ അവിടുന്ന് ഒരു ആപ്പിൾ എടുത്ത് ഒരു കട്ടി പേര് വെച്ചെടുത്തു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് സ്പാർക്ക് പോലെ അടിച്ചു. ആപ്പിളിന്റെ ഒരു കഷ്ണം മുറിച്ച ആപ്പിൾ ഉണ്ടല്ലോ, നീം കറോളി ബാബ കടിച്ച ആപ്പിൾ. ആപ്പിൾ ലോഗോയിലെ ഈ ഒരു കഷ്ണം എവിടെ പോയി? ആപ്പിൾ ലോഗോ കാണുന്ന ചിലരെങ്കിലും ചിന്തിച്ച് കാണുന്ന ഒരു കാര്യമാണിത്. ഈ കഷ്ണിച്ച ആപ്പിളിനെ കുറിച്ച് സത്യത്തിൽ ഒരുപാട് ഇല്ലാ കഥകൾ പരക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അലൻ ട്യൂറിംഗ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഒരു സയനൈഡ് പുരട്ടിയ ആപ്പിൾ കടിച്ചിട്ടാണ്. അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലിയായിട്ടാണ് ആപ്പിൾ കമ്പനി ഇങ്ങനെ ഒരു ലോഗോ ഡെവലപ്പ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ലോഗോ ഡിസൈൻ ചെയ്ത റോബ് ജനോഫ് എന്ന് പറയുന്ന ഡിസൈനർ ഈ ഒരു കാര്യത്തെ പല തവണ അദ്ദേഹം തള്ളി പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇതിന് പിന്നിലുള്ള യഥാർത്ഥ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആപ്പിളിൻ്റെ ഈ ഒരു ലോഗോയുടെ ഷേപ്പും അതുപോലെ തന്നെ ചെറി ഫ്രൂട്ട്സ് ഇത് രണ്ടും തമ്മിൽ കൃത്യമായ അല്ലെങ്കിൽ നന്നായിട്ട് സാദൃശ്യമുള്ള രണ്ട് രൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഒരു ലോഗോ കാണുമ്പോൾ അത് ചെറി ഫ്രൂട്ട്സ് ആണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ്, ഇത് ആപ്പിളിൻ്റെ കൃത്യമായ ഷേപ്പ് തന്നെ എന്ന് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബൈറ്റ് അതിൽ അടയാളപ്പെടുത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.